ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യയുടെ അണ്ടർ-23 ടീമിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. ഇന്തോനേഷ്യയായിരുന്നു അവരെ സമനിലയിൽ തളച്ചത്. രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതമാണ് നേടിയിട്ടുള്ളത്. ഈ മത്സരത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ആധിപത്യം നമുക്കിവിടെ കാണാൻ കഴിയും. അതായത് ഇന്ത്യയുടെ സ്റ്റാർട്ടിംഗ് 11-ലെ പകുതിയിലേറെ താരങ്ങൾ അവർ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നുള്ള താരങ്ങളായിരുന്നു. അതായത് പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്നലെ ബികാഷ് യുമ്നമായിരുന്നു ക്യാപ്റ്റൻ സ്ഥാനം വഹിച്ചിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമാണ്. കൂടാതെ അദ്ദേഹത്തോടൊപ്പം സുമീത് ശർമ്മയുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയതായി കൊണ്ട് സ്വന്തമാക്കിയ താരമാണ് സുമീത് ശർമ്മ. ഈ സെന്റർ ബാക്കുമാരായിരുന്നു ഇന്നലെ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിരുന്നത്. ഇനി ഇടത് വിങ് ബാക്ക് ആയിക്കൊണ്ട് മുഹമ്മദ് സഹീഫ് മറ്റൊരു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമാണ്. മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വിപിൻ മോഹനൻ അവിടെ ഉണ്ടായിരുന്നു. മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മുഹമ്മദ് ഐമൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ശ്രീകുട്ടൻ MS ഉണ്ടായിരുന്നു. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിലെ 6 താരങ്ങളായിരുന്നു സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടായിരുന്നത്. ഇനി എടുത്തു പറയേണ്ട കാര്യം മറ്റൊരു യുവ സൂപ്പർ താരമായ കോറു സിംഗ് പകരക്കാരന്റെ വേഷത്തിൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ 7 കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളാണ് ഇന്ത്യയുടെ അണ്ടർ-23 ടീമിന് വേണ്ടി ഇന്നലെ നൗഷാദ് മൂസയ്ക്ക് കീഴിൽ കളിച്ചിട്ടുള്ളത്. ഇനി കോറു സിംഗ് ആണ് ഇന്ത്യയുടെ ഗോൾ നേടിയിട്ടുള്ളത്. മത്സരത്തിന്റെ 47-ാമത്തെ മിനിറ്റിലാണ് കോറു സിംഗിന്റെ ഗോൾ പിറക്കുന്നത്. അതേസമയം ബികാഷ് യുമ്നം മത്സരത്തിന്റെ മുഴുവൻ സമയവും കളിച്ചിട്ടുണ്ട്. സുമീത് ശർമ്മ 78 മിനിറ്റാണ് കളിച്ചിട്ടുള്ളത്. വിപിൻ മോഹനൻ 60 മിനിറ്റ് കളിച്ചു. സഹീഫും ഐമനും ശ്രീകുട്ടനും 45 മിനിറ്റ് വീതമാണ് കളിച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് ലഭിച്ച സമയം വരുന്നത്. എല്ലാവരും മികച്ച രൂപത്തിൽ കളിച്ചിട്ടുണ്ട്. വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നിരാശ നൽകുന്ന ഒരു കാര്യമാണ്. ഏതായാലും എക്സിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് പോസ്റ്റുകൾ നമുക്ക് കാണാൻ കഴിയും. അതായത് ഇന്നലെ ഇന്ത്യയുടെ അണ്ടർ-23 ടീമിന് വേണ്ടി 7 കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവി അവിടെ ഭദ്രമാണ്. ഇത്രയധികം യുവ സൂപ്പർ താരങ്ങൾ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഒരുപിടി സൂപ്പർ താരങ്ങളെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലൂടെ വളർന്നു വരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.